ഹലോ ഗായ്സ്. അന്നെന്താ നിനക്ക് പറയാനുള്ളത്? ചിരി വരാൻ തുടങ്ങി. അബ്ബ മമ്മനെ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. എന്താവും അറിയില്ല, കൊളാവോന്ന് അറിയില്ല. ഞാൻ കൊളമാക്കും ഗായ്സ്. ആ കരുതിക്കൂട്ടി കൊളാക്കലില്ല കേട്ടോ. ഞാൻ കാണുമല്ലോ. ആ ശരി. എന്തായാലും മാളൂസാണ് ഇൻസ്ട്രക്ടർ. അതെ, എന്തായാലും നോക്കാം. ആളുട്ടി ഇങ്ങനെ പറഞ്ഞു തരും, ഞാനിങ്ങനെ ചെയ്യും. അപ്പൊ നമുക്ക് നോക്കിയാലോ. ഫുള്ളൊന്നും മാളൂസ് പറഞ്ഞില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് താജ്മഹൽ പണിയും. എന്റെ മുടി നാശാക്കി. ഈ ഹെയർ ബാൻഡ് ഒക്കെ മുബിക്കാക്ക് വെച്ചിരുന്നു, അത് ഞാൻ വെക്കാത്ത കേട്ടോ. അതാ നമുക്ക് തുടങ്ങാം. യെസ്, കമോൺ. ഫസ്റ്റ് ഈ സാധനം വെക്കാം നമുക്ക്. മഹറിടാൻ നിന്നത് ഓർമ്മ. അതെ, മഹർ ഇടാൻ നിന്നത് ഓർമ്മ. അതെ, അതിന്റെ ശേഷം പിന്നെ ഇതാണ് ഇപ്പൊ ഇടുന്നത് ആകെ. അതുകൊണ്ടാണ് അത് ഓർമ്മ വന്നത്. ഞാൻ ചെയ്യില്ല ഒന്നും. കഴുത്തിൽ കൊടുക്ക. അടിപൊളി. മാള് പറഞ്ഞു തന്നോ. അതൊക്കെ അവിടെ നിന്നോട്ടെ, മുടി മേക്കപ്പ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് പരിചയമില്ലാത്തൊരു മേഖലയാണല്ലോ. അറ്റ്ലീസ്റ്റ് ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോ ഒന്ന് നോക്കി നിൽക്കെങ്കിൽ. നമ്മളിതെന്താ വെച്ച് കഴിഞ്ഞാല് ഇതൊന്നും ഇടില്ലല്ലോ. ഒരു ഫേസ് വാഷ് ഇടും, അതന്നെ. പിന്നെ ഒരു സൺസ്ക്രീം ഇടും, ദാറ്റ്സ് ഓൾ. അപ്പൊ നമുക്ക് ആദ്യം മുഖത്തുള്ള ചളി എടുക്കാം. ഒരുപാട് ചളി ഉണ്ടാവും. അപ്പൊ നമ്മള് വൈപ്പ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോ നമുക്ക് ഇടാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് എന്താണ് ഇടുന്നത്? മാളൂസ് പറയണ്ട, മാളൂസ് പറയല്ലേ. അത് അബ്ബ കണ്ടുപിടിക്കട്ടെ. നമുക്ക് സൺസ്ക്രീൻ, ഒരു ക്രീം ഇടാം, മോയ്സ്ചറൈസർ ഇടാം. മോയ്സ്ചറൈസർ ഇതാണ് ആണോ? ഫസ്റ്റ് തന്നെ ഫുൾ മിസ്റ്റേക്ക്. ഇല്ല, എനിക്കറിയില്ല ഗൈസ്. ഇതാണ് ഫസ്റ്റ് മോയ്സ്ചറൈസർ വരുന്നത്. ആക്ച്വലി ഇതിനകത്ത് മോയ്സ്ചറൈസർ ഇൻക്ലൂഡഡ് ആണ്. സൺ പ്രൊട്ടക്ഷൻ ഞാൻ അത് യൂസ് ചെയ്യാം. കുഴപ്പമില്ല, സെപ്പറേറ്റ് ഇടാം. അപ്പൊ നമുക്ക് അതിടാം ഫസ്റ്റ്. മാളൂട്ടിക്ക് ബോർ അടിക്കുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവളോട് സ്വന്തം ഒരു ഇൻകോളം തന്നെയാണ്. ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ മുഖത്ത് മാത്രം ഇടരുത് കേട്ടോ. നമ്മൾ കഴുത്തിൽ പറഞ്ഞു എന്താ ചിരിക്കണ. ഇതൊക്കെ എനിക്കറിയാട്ടോ. ഇത് ഒരക്കൽ സീനാണ്. നമ്മള് സോഫ്റ്റ് ആയിട്ട് ഡീൽ ചെയ്യണം മുഖമൊക്കെ. പക്ഷെ എന്റെ കൈ നിനക്കറിയില്ല, കൈ മരം. അപ്പൊ നമ്മളിങ്ങനെ സോഫ്റ്റ് ആയിട്ട് പിടിച്ചാൽ ഇവിടെ മാത്രം ഇങ്ങനെ മേക്കപ്പ് ചെയ്തിരുന്നൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇനി ആരും ഇല്ല ചെയ്തു തരാൻ. ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് വേണം തീരുമാനിക്കാൻ. അപ്പൊ ഞാൻ കൊളാക്കി തരും. ഞാൻ നന്നാക്കി തന്നു കഴിഞ്ഞാല് നീ പറയും ഡെയിലി എന്നോട് ചെയ്തു തരാന്. എന്ത് മീശയൊക്കെ വരയ്ക്കുന്നു. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഒരു തിളക്കം. അത് ഫിൽറ്ററിന്റെ. അതെ. അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത് പ്രൈമർ ഇടാം. പൊട്ടിയിട്ട് അങ്ങനെ പറയാം, പൊട്ടിയിട്ട് മുഖത്ത്. മോയ്സ്ചറൈസർ ഇട്ട് നമുക്ക് ഈ പ്രൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അറിയേണ്ട സൺ പ്രൊട്ടക്ഷനോ ആണോ? സൺ പ്രൊട്ടക്ഷൻ അത് ലാസ്റ്റ് നമ്മൾ പുറത്തു പോകുമ്പോടാ. അല്ലല്ല, അങ്ങനെയാണ് ഇത്. ഈ സാധനം പ്രൈമർ. ഇത് ഇവര് കേൾക്കുന്നവർക്ക് അറിയാട്ടോ. അറിയണം, നിങ്ങൾ കമന്റ് ചെയ്യും. ഈ സാധനം ഇട്ട് കഴിഞ്ഞിട്ട് ഈ പ്രൈമർ അടിക്കണ്ടേ മുഖത്ത്, വേണ്ടേ? ഇതെന്ത് ചുമര് വീടിന് പെയിന്റ് അടിക്കാണ്. അതേപോലെ തന്നെ അല്ലേ നമ്മൾ ചെയ്യണേ മേക്കപ്പ്. ഫസ്റ്റ് ഒരു കോട്ട് നമുക്കത് അടിക്കാം. മാളു എന്ത് ചെയ്യുന്ന? നീ എന്നോട് മിണ്ടരുത്. ഞാൻ ചെയ്തിട്ട് നിന്റെ മുഖം എന്തായാലും ഞാൻ ഇത് വേഗം പോയി കഴിക്കണം. അങ്ങനൊന്നുമില്ല. ഭയങ്കര കാര്യമായ പണിയിലാണ്. മറ്റേ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇത് പ്രൈമർ നീ കേട്ടില്ല? പ്രൈമർ അടിക്കണേ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഒരു കോട്ട അടിച്ചു കഴിഞ്ഞാല് അതിന് മുകളിൽ കൂടെ ഒരു സാധനം അടിക്കും. അതാണ് ഈ സാധനം. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കാണുന്ന ഭർത്താക്കന്മാരുണ്ട് കാണട്ടോ. ഇതിങ്ങനെ ചെയ്തു കൊടുക്കും പെണ്ണുങ്ങൾക്ക്. അതെ, ഞാൻ മാത്രം അനുഭവിച്ചാ പോരാ. ഒന്ന് ഞാൻ ചെയ്തു കൊടുക്കട്ടോ. അപ്പൊ ഇതൊക്കെ എന്താ ഇത് തുടങ്ങിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. മറ്റാൾ അവിടെ തകർത്തൊരുങ്ങുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞു. കുറച്ച് അല്ലേ
ഞാൻ പറയണ്ടെന്ന് പറഞ്ഞില്ലേ, നീ അല്ലേ പറഞ്ഞു സ്വന്തം ചെയ്തോളാം. മറ്റേ സാധനം എടുക്കുവാണോ? എന്തായാലും മുഖത്തിടുന്ന സാധനങ്ങളെ ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ടെൻഷൻ ഇല്ല. മാളോ മറ്റേ സാധനം പഞ്ഞി, ആ ബ്ലണ്ടർ അവർക്കറിയാം പേര്. ആദ്യമായിട്ട് ഒന്ന് പിടിപ്പിക്കാം. കാണുന്നുണ്ട് ഞാൻ താജ്മഹൽ പണിയും ഇട്ട് തരാൻ പറയരുത്. എന്താ മുബിക്കാക്ക, നിനക്ക് എന്താ സമയം കിട്ടായതോ? ഞാൻ ഒരുക്കി തന്നു കഴിഞ്ഞാൽ എനിക്ക് പേടിയാ. ഈ മുബിക്കാക്ക വേഗം ഒരുങ്ങും, എവിടെങ്കിലും പോവാണെങ്കിൽ വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് എന്നെ വിളിക്കും, വേഗം വാന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ മാളൂസിനെ ഒരുക്കണം, ഞാൻ ഒരുങ്ങണം, ഈ കണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഇടണം, എന്തെല്ലാം പണിയുണ്ടെന്നറിയാം. ആണുങ്ങൾക്ക് കുറച്ചല്ലേ ഒരുങ്ങണ്ട. കൊല്ലോ മേക്കപ്പ് ചെയ്യുമ്പത്തിന്. അപ്പൊ ആണുങ്ങൾക്ക് കുറച്ചല്ലേ ഒരുങ്ങാണ്ടാവുള്ളൂ, എന്നിട്ട് അവര് ഒരുങ്ങിയിട്ട് നമ്മളെ കുറച്ച് വെയിറ്റ് ചെയ്യണ്ട, അല്ലെ നമ്മളെ ഹെൽപ്പ് ചെയ്യാം. ഇത് ഒരുങ്ങി കഴിഞ്ഞിട്ട് വിളിക്കാൻ തുടങ്ങും കഴിഞ്ഞില്ലേ എന്ന് വെച്ചിട്ട്. അപ്പൊ ഇനി മുതൽ എനിക്ക് മേക്കപ്പ് ചെയ്ത് തരാം, അപ്പൊ മനസ്സിലാവും എത്ര സമയം വേണം ഇതിനൊക്കെ. ആ കേട്ടോ, ഉള്ളു ശ്രദ്ധിക്കണം കേട്ടോ, എല്ലായിടത്തും എത്തണേ, അല്ല ഒരു സൈഡ് മാത്രം കളറടിച്ച പോലെ ഉണ്ടാവും. അതൊരു പോയിന്റ് ആണ്. ആ കണ്ണിന്റെ ഉള്ളിലൊന്നും ഇടണ്ട. നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? എണ്ണ വയ്ക്കാലോ, ഓരോന്നോരോന്ന് എന്താ ഇത് പറയാലോ, അറ്റിസിറ്റി മേരിടക്കം പൊക്കോ. നമുക്ക് ഈ പൗഡർ ഇട്ട് എടുക്കാം എന്തായാലും. എണ്ണി നോക്കിയിട്ടൊക്കെ എടുക്കണം. എനിക്ക് സൺ പ്രൊട്ടക്ഷൻ തേച്ചിട്ടില്ല കേട്ടോ ഗായ്സ്. അയ്യോ ഞാൻ ഇത്രയൊന്നും ഇടലില്ല കേട്ടോ ഈ പൗഡർ. ഞാൻ ഈ പൗഡർ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ ഗായ്സ്. സത്യം കേട്ടോ, പൗഡർ ഇടല്ല, ക്രീമാണ് യൂസ് ചെയ്യാറുള്ളത്. നല്ല രസമല്ലേ? നല്ല രസമുണ്ട്. എല്ലായിടത്തും എത്തിക്കണം. ചെവിയിലൊക്കെ ഇടണം, ചെവിയിലൊന്നും ഇട്ടിട്ടില്ല, വെറുതെ തട്ടിയിട്ട് പോവാ. മുഖത്ത് മാത്രം ഉണ്ട്. ഇത് എന്താ ഇത്? എന്തായിട്ടുണ്ട്? ഇപ്പൊ വരും കമന്റ്. അപ്പൊ നമുക്ക് ഇനി എന്താ ഇനിയിപ്പോ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് സൺ പ്രൊട്ടക്ഷൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇതില് സൺ പ്രൊട്ടക്ഷൻ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് ഒഴിവാക്കിക്ക. സൺ പ്രൊട്ടക്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് അങ്ങനെ വെയിലില്ലാത്ത രാത്രി സൺ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല, രാത്രി സൺ അടിക്കൂലല്ലോ. കണ്ടോ ഇപ്പൊ തന്നെ കണ്ടോ? ഇതെന്താ സാധനം? ആളോ പിരികെ ഇതിന് ഇതാ അത് ഐബ്രോ അതിലുണ്ടോ? ഇതാണ് പിരികെ ഇരുന്നത്. എന്റെ കുഞ്ഞാണെങ്കി ഇപ്പൊ അടിപൊളിയായിട്ട് ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടാവും. കുഞ്ഞു കുഞ്ഞു നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് നമുക്ക് സ്വന്തം ഒരുങ്ങിട്ട് വന്ന ശിങ്കിരിയായിട്ട് മമ്മന്റെ മുഖം വെള്ളത്തില്ലേ വെളുത്തിട്ട് പാറട്ടെ. പൗഡറിന്റെ കളർ മാത്രമേ ഉള്ളൂ മുഖത്ത്. ഞാൻ പൊളിക്കും ഗൈസ്. കുട്ടിയാ വിചാരം നല്ല അടിപൊളി മമ്മനെ ഞാൻ ഒരുക്കിട്ടൊക്കെ ഉണ്ടാവുള്ളൂ കല്യാണത്തിന്റെ മുന്നേ. കല്യാണത്തിന് മുന്നെയോ? അയ്യോ കല്യാണം കഴിഞ്ഞിട്ട്. സോറി. കല്യാണം കഴിഞ്ഞപ്പോ ഒരു വർഷമായിട്ട് ഒരുക്കിട്ടത്. മാള് നല്ല പണിയിലാണ് മാള്. ഞാൻ പുറത്തു പോവാ. നമ്മള് ഇങ്ങനെ കൊറച്ചിട്ടാ മതിട്ടോ. ഇത് കണ്ടിട്ട് ഇനിയിപ്പോ എനിക്ക് ബ്യൂട്ടി പാർലറിൽ പണി തരാന്ന് പറയാറുണ്ട്. ഇപ്പൊ വിളിക്കും. ഇത് കാണേണ്ട താമസമുള്ളൂ. അപ്പോ യെസ്, അത് കഴിഞ്ഞിട്ടുണ്ട് പിരികെ ഇടുന്നത്. ഐബ്രോ ഒക്കെ എടുത്ത് ചുണ്ടിലിടല്ലേ? ഇനി നമുക്ക് വാല് ചെയ്തണ്ടേ, കണ്ണ് ചെയ്തണ്ടേ? വാലും ഉണ്ടോ? ഇതാണ് കണ്ണ് ചെയ്ത. അതും കൊണ്ട് എഴുതാൻ, അത് ആ കണ്ണിന്റെ ഉള്ളിൽ എഴുതാന്. പിന്നെ അത് ഐലൈനർ ഉണ്ട്, മേളിലും എഴുതണം. എനിക്ക് കണ്ണിന്റെ മേലെയും താഴെ എഴുതണം. നിന്റെ ഒരു ആഗ്രഹല്ലേ?
ഇതാണ് എനിക്കിഷ്ടല്ല അറിയാത്തൊരു സംഭവം guys. ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിൽ കൂടെ എഴുതണം, അല്ലെങ്കിൽ ബോറാവും. ഇങ്ങനെ ഇതോ ഇതോക്ക് ഇത് 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 മനുഷ്യനൊക്കെ ശരിയാക്കി തരാ. നല്ല കൺമിഷായിട്ട് ഇന്നലെ വാങ്ങിയതാ അവള്. അവിടെ പോവാതെ വാങ്ങിച്ചിട്ട് തുപ്പല തുപ്പല. ഇതാരാ എന്റെ മോളെ ഒരുങ്ങി വന്നേ. ഇവിടെ എന്തൊക്കെ ഉണ്ട്, ഇവിടെ പൂപടൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഇത് കുഴപ്പമൊന്നുമില്ല കാരണം അതേപോലെ ഇവിടെ ആക്കിയാണ്. അപ്പൊ ഓൾമോസ്റ്റ് കണ്ണെഴുതി കഴിഞ്ഞു. ഓ എങ്ങനെ ഐലൈനർ ഐലൈനർ വേണമെന്ന് കൊളാക്കരുത്, കൊളാക്കാതെ ഐലൈനർ വേണമെന്ന് അപ്പൊ ഇട്ട് കൊടുക്കാം ഗൈസ്. ഇതും പുതിയതാല്ലേ? യെസ് ഇതൊക്കെ പുതിയതാണ് ഗൈസ്, പുതിയതാ. എന്നാണ് ഉദ്ഘാടനം കഴിക്കുന്നത് വന്നു. മൂടിയാണ് വലുത്. ഇനി ഇതേ വലുപ്പത്തിൽ ഇവിടെ വരയ്ക്കണം. അതാണ് ഇങ്ങനെ വരക്കാന് ഭയങ്കര റിസ്ക് ആണ് ഗൈസ് അല്ലേ? എന്റെ മക്കളത് സീനാട്ടോ ഈ മേക്കപ്പ്. ഇതെന്താ ഇത്? ഇത് നോക്ക്, ഇവിടെ ഒന്നും ഇല്ല, ഐലൈനർ ഇല്ല, ഇവിടെ ഒന്നും നോക്ക്. അത്രയൊക്കെ ഉള്ളു കേട്ടോ. ഇത് നോക്ക്, രസമുണ്ട് കേട്ടോ. വെറുതെ പറയാണ് ഗൈസ്, വെറുതെ പറയാമ്മ ഉണ്ട്. ഐഷാഡോ ഇട്ടില്ല. ഐഷാഡോ കണ്ണിന്റെ മുകളിൽ അടിയിലിടുക. അടിയില്ല, ഇവിടെ പറഞ്ഞു കൊടുക്കണ്ട. ഇത് ഇടാനുള്ള ബ്രഷോ? ഇതില്ല. ഇതാണോ? ഇതിന്റെ പേരുകളോ ഈ മുഖത്തിന് ചേരാ നോക്കട്ടെ. മിക്സർ. എനിക്കും കുറച്ച് ഇഷ്ടമാണ്. ഞാൻ തരാട്ടോ. വേണ്ട, ഞാൻ ഇട്ടോളാം. എന്താ മോളോ ഞാൻ ഇട്ടേ. അമ്മനെ ഒരുക്കി കഴിഞ്ഞിട്ട് നീ പറയാ അപ്പ എന്നൊന്നും ഒരുക്കി കൊണ്ടാണ്. അങ്ങനെയാണ് ഇതില് പണിയുന്നേ. ഇത് മതി. നീ എന്റെ ഇടയിൽ ഡിസ്റ്റർബ് ചെയ്യല്ല, എന്റെ കോൺസെൻട്രേഷൻ പോണു. ഇനി നമുക്ക് കുറച്ച് ബ്ലഷ് ഇടാം. ബ്ലഷ് നെക്സ്റ്റ് എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആലോചിക്കും. അറിയില്ലല്ലോ ഗൈസ്. ഈ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചതുകൊണ്ടാണ് മുബിക്കായ്ക്ക് ഇത് എളുപ്പമായത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫുൾ എല്ലാം കൂടെ ഒരു അലമുറയിൽ വെച്ചിട്ട് എടുത്തിട്ട് വരാനാണെങ്കിൽ ഇതിൽ നിന്ന് എന്ത് കൈകൊണ്ട് ഞാൻ കൈകൊണ്ട് ഇടാറ്. കൈകൊണ്ട് യൂസ് ചെയ്യാൻ പാടുണ്ടോ? സൂപ്പറായിട്ടുണ്ട്. ഈ സാധനം ഉണ്ടല്ലേ, ഇതിങ്ങനെ കണ്ണിൽ ഇങ്ങനെ ആക്കണോ? ഇതിന്റെ പേരെന്താ? അറിയാലോ, പേര് പറഞ്ഞു കൊടുക്കല്ലോ മോള്. നല്ല നമസ്കാരം. കണ്ണടക്കണേ, കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ സീന സംഭവമാണ്. നീ ഇത് താഴേക്കല്ല ആക്കണ്ട, മേലക്കാണ്. ആഹാ എന്റെ മൂക്കിലൊക്കെ ആക്കിയില്ലേ? കണ്ണ് ഒട്ടിപ്പിടിക്കോ? രണ്ട് പീലിയും കൂടിയിട്ട് താഴത്തെ പൊളിച്ച് മിക്കവാറും. അതാ ഞാൻ പറഞ്ഞ കണ്ണ് തുറക്ക്. ഇത് ടാസ്കാ. കുട്ടി ഒരുങ്ങി വന്നിട്ടുണ്ട്. സുന്ദരി മേക്കപ്പും കഴിഞ്ഞ് വന്ന്. അതെ, കിട്ടിയ ചാൻസിന് വേഗം പോയി ഒരുങ്ങിയിരിക്കാ സുന്ദരി. ഫസ്റ്റ് നമുക്ക് കുറച്ച് ലിബാം ഇടാം. ലിബാം കൈ കൊണ്ടല്ലേ ഇടുക? അറിയില്ല, മെഷീൻ ഉണ്ടോ? മെഷീനോ? നമുക്ക് ഇതാണ് ലിപ്സ്റ്റിക് അല്ലേ? അതല്ല, എന്റെ ലിപ്സ്റ്റിക്. അത് ഇത് മാളുവിന്റെ ആണ് കേട്ടോ. അതെനിക്ക് ചേരില്ല ഷെയ്ഡ്. മാളൂട്ടിന്റെ പിങ്കി ആണ് ചേരുള്ളൂ മാളൂട്ടിക്ക്. ബ്രഷ് ഏതാ ബ്രഷ്? ഇതോ? ഞാൻ പറഞ്ഞു തരാൻ പാടില്ല. അറിയില്ല. പിന്നെ ഇത് 10-100 ബ്രഷും എന്ത് ചെയ്യും നമ്മൾ? അതൊക്കെ കണ്ടുപിടിക്കണം. ഇത് പല്ലിലൊക്കെ ആക്കി. ഓൾമോസ്റ്റ് അത് കഴിഞ്ഞിട്ടുണ്ട്.
മേക്കപ്പ് ഒരു കലയാണെന്ന് മനസ്സിലായോ ഇപ്പൊ? മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട്. ഇനി നമുക്ക് മോളുടെ ഉള്ളിൽ കൂടെ വരക്കുന്ന ഒരു സാധനല്ലേ ചുണ്ടിന്റെ അതൊക്കെ അറിയാം. അത് നല്ലൊരു ഐബ്രോ ആണ്. ലിപ് ലൈനർ ഐബ്രോ എടുത്ത് വരച്ചാലും ഇതെന്തിനെടുത്തിട്ടുണ്ട്? ശരി, നീ എങ്ങോട്ടാ ജ്യൂസ് ഒക്കെ ഇട്ടിട്ട്? ഇത് ഞാൻ വരക്കാം, ഇതെനിക്കറിയാം. നമ്മള് കറക്റ്റ് ആ പോയിന്റോട് കൂടി വരക്കണം ഗൈസ്. ഒരു സ്ഥലത്ത് കൂടി പോയിട്ടുണ്ടെങ്കിൽ ശരിയാവും. ഇവിടെ വരക്കല്ലേ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ അതേപോലെ നീ വരച്ച് പഠിക്കുക എന്റെ മുഖത്ത്. സ്വന്തം ചെയ്യ കൊറേ നേരമായിട്ട് വാവു വാവു. നീ നോക്കുന്നത് നീ കഴിഞ്ഞോ? വാ, ഇത് ഇങ്ങനെ കാണുമ്പോ അതിനകത്ത് അറിയുന്നില്ല. ഞാൻ അടുത്ത് വെച്ച് കാണിച്ചതാ. ഫുൾ കഴിഞ്ഞോ? അല്ല, ഇന്നൊരു പൊട്ട്. ഇത് പോരാഞ്ഞിട്ടാ? നീ ഓൾറെഡി ഇവിടെ ഉണ്ട്. അത്ര വേണ്ടല്ലേ? മേക്കപ്പ് നോക്കാനല്ലേ? എന്റെ മേക്കപ്പ് ഓൾമോസ്റ്റ് എന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പണിയോ? ഇതൊക്കെ മാള് പറയാ. എങ്ങനെയുണ്ട് മാള്? ഹലോ, എന്താ ചുണ്ട്? അതെന്താ അറിയാ, ചുണ്ട് നിങ്ങക്ക് കാണുമ്പോ മനസ്സിലായില്ല. ഞാൻ കാണിച്ചുതരാം. നല്ല രസമില്ല ഗൈസ്, ഭൂപടം പോലല്ലേ? ഇങ്ങനെയൊന്നും അല്ല, എന്റെ ചുണ്ടിന്റെ ഷേപ്പേ മാറ്റിയിട്ടുണ്ട്. കൺമഷിയൊക്കെ ഞാൻ പറഞ്ഞു റെഡി ആക്കിയത്. എന്താ ഒരു പുള്ളി, ഈ പുള്ളികളൊന്നും പോരാഞ്ഞിട്ടാണ് പിന്നെ ഒരു പുള്ളി. അതങ്ങനെ ഒരു പുള്ളിയാണ്. എന്തായാലും ഫസ്റ്റ് ചെയ്ത മേക്കപ്പ് ആയതുകൊണ്ട് ഇത്രയൊക്കെ ആക്കിയില്ലേ ഞാന്, അതുകൊണ്ട് കുഴപ്പമില്ല. അവ എന്റെ കുട്ടി ഇതാ നല്ലോണം സുന്ദരിയായിട്ട് വന്നിട്ടുണ്ടല്ലേ മുബി? ഒറ്റക്ക് ഒരുങ്ങിട്ട് കിട്ടി. ഞാൻ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് നിരത്തി വെച്ചു. വേഗം പോയി. ഞാൻ ഇവിടെ പണിയിലാണല്ലോ, അതുകൊണ്ട് വേഗം പോയിട്ട് ചോദിച്ചിട്ട് പോയി ഒരുങ്ങിയതാണ് അവള് നൈസായിട്ട്. പക്ഷെ കുഴപ്പമില്ല, സുന്ദരിയായിട്ടുണ്ട്. അതെ അതെ, ഇത്ര സൂപ്പർ ആയിട്ട് അമ്മമ്മേ നോക്ക്. എന്താ കുഴപ്പം? രണ്ടുപേർക്കും ഒരേപോലെ പുള്ളി. അതെ. അപ്പൊ ഞങ്ങള് വ്ലോഗ് വൈൻഡപ്പ് ചെയ്യട്ടെ. എന്തായാലും നിങ്ങൾ എന്നെ കണ്ട് ഞെട്ടിയിരിക്കണമെന്ന് എനിക്കറിയാം. അപ്പൊ ഇനി കമന്റുകളൊക്കെ പോന്നോട്ടെ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അതിൽ ഇത്രത്തോളം റെഡി ആക്കുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കൺഗ്രാറ്റുലേഷൻസ്. എന്താ സമയം പോരാ, സമയം എടുത്തിട്ട് നമ്മള് ഇഷ്ടം പോലെ സമയം എടുത്തിട്ടാ ചെയ്തേ. നല്ലോണം ടൈം എടുത്തിട്ട് ചെയ്ത്. എന്നിട്ട് ഇങ്ങനെ മുടി കെട്ടണതും കൂടെ കൊടുക്കണമായിരുന്നു. അതിന് ഞങ്ങൾക്ക് കുറെ സമയം ചെലവാകുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഞങ്ങളെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാരും നമ്മളെ വീഡിയോസ് കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ഇപ്പൊ തന്നെ ഇട്ടിട്ടുണ്ടാവും എനിക്കറിയാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. FB യിലാണ് കാണുന്നെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അപ്പൊ ബൈ ബൈ ഫ്രം